ഒരാളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ ആ ആൾ ഉത്തരവാദിത്തം ചെയ്യണം, ഇല്ലേ ഏക്കരുത്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ UDF ഒരുപാട് നേതാക്കന്മാരുണ്ട്, കോൺഗ്രസിലും നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന കുറച്ചധികം നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. എന്നാൽ VD സതീശനെ ഒറ്റതിരിഞ്ഞ് ഒരു അഴിമതിക്കാരനാണ്. ഇപ്പോൾ ടൈസൺ മാസ്റ്ററിനൊക്കെ ഒരു പ്രസ്താവന ഉണ്ട്, നിങ്ങളുടെ പറവൂർ മണ്ഡലത്തിൽ നിങ്ങൾക്കെതിരെ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയാണല്ലോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശരിക്കും പിഴ അടച്ചില്ല, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ മൂല്യം കുറച്ച് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ അഴിമതിക്കാരാണെന്നൊന്നും അദ്ദേഹം അല്ല, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ കൊടുത്ത രേഖയെ കൃത്രിമം കാണിച്ചു എന്നാണല്ലോ. അപ്പോൾ നിങ്ങൾ സ്വർണത്തിന്റെ മൂല്യം കുറച്ച് കാണിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന് അതൊരു കറപ്ഷന്റെ സൈഡാണല്ലോ. തെറ്റാണത്. കാരണം അത് ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെറ്റായി പറഞ്ഞതാണ്. അതായത് ഈ നോമിനേഷൻ പേപ്പർ കൊടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയില്ല, ഞാൻ അഭിഭാഷകനും കൂടിയാണ്. അപ്പോ എങ്ങനെ നോമിനേഷൻ പേപ്പർ കൊടുത്തല്ലേ, ഒരുപാട് നോമിനേഷൻ കൊടുത്തിട്ടുള്ളതല്ലേ. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതായത് നമ്മുടെ സ്ഥലവും കെട്ടിടവും അതിന്റെ മാർക്കറ്റ് വാല്യൂ കാണിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മാർക്കറ്റ് വാല്യൂ കാണിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള സ്വർണം എന്ന് പറയുന്നത് എൻ്റെ കല്യാണത്തിന് മുമ്പ് എൻ്റെ ഭാര്യയിലുള്ള സ്വർണ്ണമാണ്. അല്ലാതെ ഞാനൊരു പവൻ പുതിയതായിട്ട് മേടിച്ചിട്ടില്ല. എൻ്റെ മകള് സ്വർണം ധരിക്കില്ല. അപ്പോൾ ഞാൻ ഒരു പവൻ്റെ സ്വർണം മേടിക്കും. ഇത് ഒരു അസറ്റ് പോലെ അവർക്ക് പരമ്പരാഗതമായി കിട്ടിയ സ്വർണം. എല്ലാ തിരഞ്ഞെടുപ്പിലും കാണിച്ചേക്കുന്ന സ്വർണ്ണമാണിത്. ഏത് എൻ്റെ എല്ലാ തിരഞ്ഞെടുപ്പിലും കാണിച്ചാണ് സ്വർണം. അപ്പോൾ ഈ മൂവബിൾ പ്രോപ്പർട്ടിക്ക് മാർക്കറ്റ് വാല്യൂ ഒന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ പർച്ചേസ് വാല്യൂ കാണിച്ചുകൊണ്ട് ഒരു അഫിഡവിറ്റും കൊടുത്തു, ഒരു അഡീഷണൽ അഫിഡവിറ്റ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കാണിച്ചുകൊണ്ട് കൊടുത്തു. അതിലെന്ത് തെറ്റാണുള്ളത്? ഇത് രണ്ടും കാണിച്ച്, ഇത് രണ്ടുമുണ്ട് രേഖ. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ രേഖ നോക്ക്, അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. മറ്റതിൽ മാർക്കറ്റ് വാല്യൂ സ്ഥലത്തിൻ്റെ ഇപ്പോൾ 2021 എനിക്ക് എൻ്റെ ഉണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ വില ഇപ്പോൾ കൂടി കാണും. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ കൊടുക്കണം. സ്വർണത്തിൻ്റെ വില കൂടി, അതിൻ്റെ വില ഉള്ളതും ഇപ്പോഴത്തെ വില എന്താ, ഇപ്പോഴത്തെ വില ഇപ്പോഴത്തെ, ഇത് രണ്ടിൻ്റെ അഫിഡവിറ്റ് എൻ്റെ ഉണ്ട്. പിന്നെ എന്താ തെറ്റ്? ഇനി ഏറ്റവും രസകരമായൊരു കാര്യം പറയാം, ഞാൻ എൻ്റെ വാഹനത്തിന് പിഴ അടച്ചില്ല എന്ന്. അത് ഭയങ്കര തമാശയാണ്. കേൾക്ക്, ഇനി പിഴ അടച്ചില്ലെങ്കിലും ഞാനല്ല അതിൻ്റെ അകത്ത് ഉത്തരവാദി, അതിന്റെ ഓണർ ഞാനല്ല, ഓണർ ടൂറിസം ഡയറക്ടറാ. ഇനി ഇതിലെ തമാശ കേക്ക്, ഞാനിത് അടയ്ക്കാറുണ്ട്, പക്ഷേ എനിക്ക് പിഴ വന്ന് അടയ്ക്കാറുണ്ട്. എൻ്റെ വണ്ടി മാറി തന്നത് 2022 മാറി തന്നു. അപ്പൊ പഴയ വണ്ടി പുതിയ വണ്ടി തന്നു. പഴയ വണ്ടി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എടുത്തു. അത് വേറെ മന്ത്രിമാരോ ആരെ ഓടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഏത് മന്ത്രിയാന്ന് ഞാൻ പറയുന്നില്ല, തമാശയാവും. ആ വണ്ടി ഈ 2022 തൊട്ട് ഞാൻ ഈ വണ്ടി ഉപയോഗിക്കണം. 2023 ആ പഴയ വണ്ടിക്ക് ഒരു ഫൈൻ വന്നു, അത് ഞാൻ അടയ്ക്കണ. ആ വണ്ടിയുടെ പേരിലാണോ? ഞാൻ ആ മന്ത്രിയുടെ പേര് പറയുന്നില്ല. ആ മന്ത്രി സ്ഥാനാർത്ഥിയാണ്. ഞാൻ പറയില്ല, പേരൊന്നും പറയില്ല. ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ആരും അധിക്ഷേപിക്കില്ല. അപ്പൊ 2022 മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന വണ്ടിക്ക് ഇപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കയ്യിലിരിക്കുന്ന വണ്ടിക്ക് 2023 ഫൈൻ അടിച്ച ഞാൻ അടക്കണമെന്ന് പറയുന്നത് ഇവിടത്തെ കാര്യം. നിങ്ങൾ കൊടുത്തില്ലേ പുറത്ത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു കൃത്യമായി. അതുകൊണ്ടല്ലേ എന്റെ നോമിനേഷൻ സ്വീകരിച്ച്. ചെയ്യേണ്ടെന്നാർക്കും ഒരു കാര്യം അറിയാല്ല. എന്തെങ്കിലും ഒരു കാര്യം എന്റെ നോമിനേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് സ്വീകരിക്കോ? തള്ളി എപ്പോ കൈ തന്നതെന്ന് അറിയാലോ. എനിക്കില്ല. ഞാൻ ആ സമയത്ത് ഞാൻ 2 ദിവസം ഉറങ്ങിയിട്ടുണ്ടായില്ല. 1 മണിക്കൂർ കൂർക്കം വലിച്ചു ഉറങ്ങി. അപ്പൊ എന്റെ സ്റ്റാഫ് എല്ലാം ടെൻഷൻ അടിച്ച്, എനിക്കറിയാലോ ലീഗലായിട്ട്, എനിക്ക് നന്നായിട്ട് അറിയാലോ. ഞാൻ ലീഗലായിട്ട് ഇത് നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ, എനിക്ക് ഒന്നും സംഭവിക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.